ലോകത്തിലുള്ള ഒത്തിരിയേറെ മനുഷ്യർ കാര്യങ്ങളറിയാതെ കൃപാസനം മാതാവിനെയും കൃപാസനം പത്രം, കൃപാസനം മാതാവ് എന്ന് പറയണത്, കൃപാസനം പത്രം എന്ന് പറയണത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സന്ദേശം ലോകത്തിലെത്തിക്കാനുള്ള ദൈവത്തിൻ്റെ കൈകളാണത്. ഞങ്ങൾക്കതിനെക്കുറിച്ച് നല്ല ബോധമുണ്ട്. സഭയുടെ അകത്തു നിന്നൊക്കെ ഞങ്ങൾക്ക് നല്ല സമ്മർദ്ദമായിരുന്നു ഈ പത്രത്തിൻ്റെ വിഷയം വന്നപ്പോഴേ. ഇവിടെയുള്ള എക്സിക്യൂട്ടീവ്സ് പറഞ്ഞു വെച്ചാൽ ഒരു പത്രം കൊടുക്കാച്ചാന്ന് പറയും. ഒരു പത്രമില്ല കൊടുക്കാൻ പറ്റത്തുള്ള ആൾക്കാർക്ക് എങ്ങനെയാ അച്ഛൻ 9 പത്രവും 10 കൊടുക്കണമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്യത്തുള്ളൂ, നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞോ? നിങ്ങളോട് കൃപാസനത്തെക്കുറിച്ച് ദൈവം പറഞ്ഞോ? ഇല്ല. 87-89 എന്നോട് ആ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ ആ കൃപാസനം ഉടനെ സ്ഥാപിച്ചിട്ട് നിങ്ങളെ വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു കുഴപ്പം ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് കണ്ണിൽ കണ്ടവരെ, ഇഷ്ടപ്പെട്ടവരെ വിളിച്ചു കൃപാസനത്തിലേക്ക് ചേർത്തു എന്നേ ഉള്ളൂ. അല്ലാതെ ഒരു സംഘടന നമുക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചതല്ല. അപ്പോഴങ്ങനെ വിളിച്ച് ചേർത്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് എല്ലാ കാര്യങ്ങളും, മാതാവിൻ്റെ പ്രത്യക്ഷീകരണവും അതിനുശേഷം ഉണ്ടാകുന്ന ഉടമ്പടിയും ഒക്കെ ദൈവിക വെളിപാടാണ്. ഞാൻ ദൈവത്തിൻ്റെ വചനങ്ങളോട് കർക്കശ്യമായ നീതി പുലർത്തുമ്പോൾ ദൈവം എന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് കാലാകാലങ്ങളിൽ ദൈവം പറഞ്ഞുകൊണ്ടേയിരുന്നു, ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഉടമ്പടി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത്, പ്രത്യക്ഷീകരണം നടന്നിട്ട് 10 കൊല്ലം ആയില്ലേ, ഇന്ന് മറ്റൊരു നീ ചെയ്താ, അതുകൊണ്ട് നീ ഇനി പണിക്ക് നടക്കണ്ടേ എന്ന് പറഞ്ഞ് എന്നെ ആട്ടി ഓടിച്ച പോലെ വാടിപ്പെട്ട് ഓടിച്ചതാണ്. എനിക്ക് അകത്ത് കയറാൻ അനുവാദമില്ല. നിങ്ങളോടൊക്കെ ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ 5 മിനിറ്റിനുള്ളിൽ ദൈവം എന്നെ അവിടെ കയറ്റിയില്ലെങ്കിലും എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്ന്, ഞാൻ കാറിൽ തിരിച്ച് കാറ് ഇങ്ങോട്ട് വളഞ്ഞപ്പോൾ തന്നെ, കേരളത്തിലേക്ക് വളഞ്ഞപ്പോൾ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നു. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ എല്ലാ ദിവസവും വെളുപ്പിനെ 5 മണിക്ക് അച്ഛൻ ചെല്ലത്തില്ലേ, 20-ാം വർഷം ആ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണത്. അത് ചെറിയ പ്രത്യക്ഷ പ്രാർത്ഥന ഇരുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആദ്യത്തേത് ദശക പ്രാർത്ഥന, ഇപ്പോൾ ദശകം 20 വർഷമായതിൻ്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കുറേ നാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ അമ്മ ഉടമ്പടിയെക്കുറിച്ച് പറയണത്. ഇപ്പോൾ ഉടമ്പടിയെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഉടമ്പടി നീതി, യോഹന്നാൻ്റെ നീതിയുടെ മാർഗമായിട്ട് ഇതിന് ബന്ധമുണ്ടെന്നാണ് പറയണത്. ഇപ്പോൾ പറഞ്ഞു കേട്ടില്ലേ, ഇന്നലെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വെളുപ്പാങ്കാലമാണ്. എന്താ പറയണത്? ഉടമ്പടി നീതിയുടെ മാർഗമാണെന്ന് ജനങ്ങളോട് നീ പറയണം. അല്ലാതെ പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കരുത്. വീട്ടിൽ പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് മാത്രം ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടി ആരും മസിൽ പിടിക്കേണ്ട കാര്യമില്ല. അതാണ് പച്ചക്ക് പറയുകയാണ് സംഭവം. ജീവിതം കറക്റ്റ് ചെയ്യാതെ പ്രാർത്ഥിച്ച് മാത്രം ഇരുന്ന പിച്ചുമ്പയും പറഞ്ഞ ആൾക്കാർ പോലെ ഇരിക്കും. ഉടമ്പടി ഒരു പ്രാർത്ഥനയുടെ മാർഗമല്ല, മറിച്ച് എന്താണ്, അത് പ്രാർത്ഥനയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ബേസിക്കായിട്ട് നീതിയുടെ മാർഗമാണ്. ഒന്നൊരു വായിച്ചമാറ്. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. ഇതാണ് പ്രശ്നം. ഉടമ്പടി മാർഗത്തിലൂടെ നിങ്ങളെ സമീപിക്കുന്നു. നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ട് പക്ഷേ ഉടമ്പടി ചെയ്ത കുറേ ആൾക്കാരെ ദൈവം വിശ്വസിക്കണില്ല. ഇതാണ് ഇതിൻ്റെ ട്രാജഡി. ഉടമ്പടി ചെയ്ത അണ്ണന്മാർ കേൾക്കണം കേട്ടോ. ഉടമ്പടി ചെയ്ത 50% പേരെയെങ്കിലും ദൈവം വിശ്വസിക്കണില്ല. എന്താ കാരണം? യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ വന്നു. വായിച്ചോ. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പട്ടാളക്കാർ വന്ന് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ യോഹന്നാൻ എന്ത് പറഞ്ഞു? നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്. കിമ്പളം മേടിക്കാനല്ല ഭീഷണിപ്പെടുത്തുന്നത്. എല്ലാ വീടുകളിലൊക്കെ കയറിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അപ്പം എടുത്തുകൊണ്ട് പോവുക. അന്നത്തെ പട്ടാളക്കാരുടെ മെയിൻ പരിപാടിയായിരുന്നു. വസ്ത്രം എടുത്തുകൊണ്ട് പോവുക, പെണ്ണുങ്ങൾ മാത്രമുള്ള സ്ഥലത്ത് നിന്ന് അവരെ ഡിസ്റ്റർബ് ചെയ്യുക. ഇതാണ് അവരുടെ അഴിമതി. അന്നത്തെ റോമാൻ പട്ടാളക്കാരല്ലേ, അവരുടെ അഴിമതി അതാണ്. നമ്മൾ കണ്ടതാണത്, ബൈബിളുണ്ടത്. അപ്പോൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്. പിന്നെ എന്താണ്? വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. അത് നിസ്സാര കാര്യമല്ല. അതാണ് അതിന് ദൈവം പറയണത്. ഇപ്പം നിങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നു എങ്കിലും നിങ്ങളെ കിമ്പളം വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കിമ്പളം വാങ്ങിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ദൈവം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും, യോഹന്നാൻ എന്താ പറയണമെന്നറിയാവോ? എന്തുകൊണ്ട് കിമ്പളം വാങ്ങിക്കേണ്ടെന്നാണ് പറയണമെന്നറിയാവോ? അതായത് നിങ്ങളുടെ ശമ്പളം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടണം.
ഇവിടുത്തെ മെയിൻ പ്രശ്നം അതാണല്ല. ഇപ്പോൾ 1 ലക്ഷം രൂപ ശമ്പളമുള്ള ആളിനെ എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ ഈ നക്കാപ്പിച്ച ധർമ്മച്ചട്ടിയിലേക്ക് കൈയിട്ട് വരണത്? എന്താണ്? അയാൾക്ക് തൃപ്തിയില്ല. അവർക്ക് തൃപ്തി ഇല്ലെങ്കിലും ഇത് ഒരു മാനസിക രോഗമാണ് തൃപ്തിയില്ലെന്ന് പറയണത്. അല്ലാതെ അത് ഒരു മാനുഷിക പ്രശ്നമല്ല. തൃപ്തിയില്ലെന്ന് പറയണത് ഒരു മാനസിക രോഗമാണ്. എന്താ കാര്യം? ഒരു ലേഡി, ഒരു 10-40 വയസ്സുള്ള ലേഡിയുടെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടാമെന്നറിയത്തില്ല. അവർ പറയണത്, ഞാൻ ആഫ്രിക്കക്കാരുമായിട്ട് ശയിച്ചിട്ടുണ്ട്, പോരെ ഇന്ത്യക്കാർ, എന്നിട്ട് ഇംഗ്ലീഷുകാർ, ഒരു ലേഡി പച്ചക്ക് പറയണ അവിടെ ഇരുന്നുണ്ടേ, ഈ ലോകത്തിലുള്ള ഓരോ രാജ്യത്തിലുള്ള ആൾക്കാരുമായിട്ട് അവർക്ക് ശാരീരിക ബന്ധമുണ്ടെന്നാണ്, എന്നിട്ടും ഈ ആൾക്ക് തൃപ്തിയില്ല. അതൊരു മാനസിക രോഗമാണ്. സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, നിങ്ങൾ അവറേഷൻസ് കാണിക്കുമ്പോൾ, സെക്ഷൽ അവറേഷൻ ആയാലും ശരി, നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെടാൻ പറ്റണില്ല എങ്കിൽ അതിന് നിങ്ങൾ ബാക്കി ഒരു ഔട്ട് പോസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്നറിയാവോ? അങ്ങനെ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ടായാൽ എത്ര ഔട്ട് പോസ്റ്റ് ഉണ്ടാക്കിയെടുത്താലും ശരി, സ്റ്റെപ്പിനി ഉണ്ടാക്കിയെടുത്താലും നിങ്ങളുടെ ആർത്തി തീരത്തില്ല. ആർത്തിക്ക് അഭിഷേകമാണ് മരുന്നെന്ന് പറയണത്. ആർത്തിക്ക് മരുന്നില്ലല്ലോ. ആർത്തിക്ക് മരുന്ന് ബൈബിളിൽ മാത്രമേ ഉള്ളൂ. അതിന് അഭിഷേകമെന്നാണ് പറയണത്. അതുകൊണ്ടാണ് 5 ഭർത്താക്കന്മാരുണ്ട്. സ്ത്രീയോട് ഈശോ എന്താ പറയണത്? ഈ വെള്ളം കുടിക്കണവൻ ഇനിയും ദാഹിക്കും. അതല്ലേ 4:13 എടുത്തേ. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. അല്ല, 5 ഭർത്താക്കന്മാരെ വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയോടാണ് ഈശോ പറയണത്. എന്താ പറയണത്? നിനക്ക് 6 അല്ല 60 ഭർത്താവ് ഉണ്ടായാലും പിന്നെ ഈ കലാപരിപാടി തുടങ്ങിക്കൊണ്ടേയിരിക്കും, വീണ്ടും ദാഹിക്കും. പിന്നെ എന്തായാലും മറുപടി ഉണ്ട്. എന്താ ചെയ്യണത്? എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അതായത് തന്നിൽ വിശ്വസിക്കാതിരുന്നവർ സ്വീകരിക്കാതിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനിത് പറഞ്ഞത്. അതാണ് അഭിഷേകത്തിൻ്റെ ആത്മാവ്.